കേൾക്കണേ, കാണണേ, ഇത് നമ്മുടെ കഥയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരു വട്ടം കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നീ ചിന്തിച്ചിട്ടുണ്ടോ? നീയോ? നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. രാഹുൽ നമ്മളെ പോലെ ഒരുത്തൻ പഠിച്ചു വലിയൊരാളാവണം, എന്നിട്ട് ഒരുപാട് പണം സമ്പാദിക്കണം, എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു കൊച്ചു വീട് പണിത് കൊടുക്കണം. അതാണ് എൻ്റെ സ്വപ്നം. സ്വപ്നങ്ങളെ കൂട്ടിനു നീ വന്നിടേ, സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ കൂട്ടിനു നീ വന്നിട. മോനെ ടെൻഷനാണോ? ഒരു പുക ഇട്ടാണ്ടല്ലോ പറന്നു നടക്കാം, സങ്കടങ്ങളെല്ലാം പാടെ മറക്കാം. എന്താടാ, ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ? പിശാചി വന്നു. സ്നേഹം നടിച്ചാണ് വരവ്. ആദ്യം ഫ്രീ, പിന്നെ ക്യാഷ്, ഒടുവിൽ നിന്റെയൊക്കെ ജീവനും. രാഹുലെ, നീ ഒരു ആൺകുട്ടിയല്ലേ, പേടിയാണോ നിനക്ക്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒന്നും സംഭവിക്കില്ല. ഞാനതൊന്നും ഉപയോഗിക്കാറില്ല, അതൊക്കെ ഒരു ദുശീലമല്ലേ. നമ്മളൊക്കെ അടിക്കാറില്ലല്ലേ, ഒരു വട്ടം ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ പറ, രാഹുൽ എന്ത് ചെയ്യണം? വേണ്ട എന്ന് പറയണോ അതോ ഒരു വട്ടം നോക്കണോ? ശരി, ഒരു വട്ടം മാത്രം. ഒരു വട്ടം, രണ്ട് വട്ടം, പിന്നെ എണ്ണമില്ലാതായി. രാഹുലെ, നിന്റെ സ്വപ്നം എവിടെ പോയടാ? लेकर आया है आपके लिए। കാശ് എടുത്തിട്ട് വാടാ, സാധനമൊക്കെ ഉണ്ട്. നിർത്ത്, കണ്ടോ? ലഹരി ആദ്യം സ്നേഹം തരും. ചേട്ടാ, അനിയ, ആ ഒരു വട്ടം അതെന്റെ സ്വപ്നങ്ങളെ ഇല്ലാണ്ടാക്കി. എന്റെ അമ്മയോട് കണ്ണീര് ഞാൻ കാണേണ്ടി വന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ വലുതാണ്. അതെ, ലഹരിക്ക് വിട്ടുകൊടുക്കരുത് ചെയ്യരുത്. തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ഒരു ലഹരി വിരുദ്ധ സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ, അന്ന് തന്നെ ഞങ്ങളത് തെരഞ്ഞെടുത്തു. അതാ ഏറ്റവും വലിയ ഒരു ഇതെന്താ വെച്ചാല്, ഇപ്പൊ കുട്ടികള് ഒന്നുകിൽ ഫോൺ, പിന്നെ പാഠബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തേക്കും കൂടി കുട്ടികളെ ഒന്ന് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം. അതുകൊണ്ടാണ് നേച്ചർ ക്ലബില് ഞങ്ങൾ അത്ര വലിയ കഴിവുള്ള ആളുകളൊന്നും അല്ലെങ്കിലും ചെറുതായിട്ട് അവരൊന്നും സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുട്ടികൾ നന്നായിട്ട് സഹകരിച്ചു, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരത് ചെയ്തു. അതുകൊണ്ട് അവരുടെ ആ ഒരു മൂല്യം, അവർക്കൊരു മൂല്യം കിട്ടാനും പിന്നെ അവര് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ, ഒരു ഫോണിൽ മാത്രമല്ല സമൂഹത്തിനും കൂടി എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് വരും കാലത്ത് അവർക്ക് കഴിയണം എന്നുള്ള ഒരു ഇതായിട്ടാണ് ഇത് തുടങ്ങിയത്. ഞങ്ങളിങ്ങനെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു, എങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി സ്ട്രീറ്റിൽ നടത്തിയാലോ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു നടത്താൻ ഷീജ ടീച്ചറായിട്ടാണ് മുന്നോട്ട് കൊണ്ടുവച്ചത്. ഞങ്ങൾ ഈ ഒരു ആശയം തന്നെ ഷീജ ടീച്ചറാണ് കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ കുട്ടികളെ സെലക്ട് ചെയ്ത് ക്യാരക്ടറൊക്കെ ഞങ്ങൾ തന്നെ ആക്കി പഠിപ്പിന്റെ ഇടയിൽ കൂടെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വെച്ചു. ഞങ്ങളെ ഹരിത ക്ലബില് ഇങ്ങനെ അംഗങ്ങളായിട്ടുള്ള കുറച്ച് കുട്ടികളെ ഞങ്ങൾ
ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ട് ഞങ്ങളായിട്ട് തെരഞ്ഞെടുത്ത് നടത്തിയതാണ്. ഇത്ര രസം ഉണ്ടാവും, ഞങ്ങൾ ഗംഭീരാവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്ന് പറയാ, ഞാനിങ്ങനെ അഭിനയിക്കുന്നൊക്കെ തോന്നിയിട്ട് ചെയ്യുന്നത് അതായത് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിരുന്നു ചെയ്തപ്പോ ഒന്നും പറയാൻ സന്തോഷമായി. ഒരുപാട് സന്തോഷമായി. ഞാനത് നടത്തുമ്പോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ശബ്ദം വരുന്നേ. അപ്പൊ ലാസ്റ്റ് എല്ലാരും കൂടി കണ്ടപ്പോ ലാസ്റ്റ് അതുകൊണ്ട് പിന്നെ ഇതൊക്കെ കേട്ടപ്പോ കുറച്ചും കൂടി ഇത് വന്നിട്ടേ ടീച്ചർ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം തന്നപ്പോ അതിന് എന്ത് പറയുന്നു. അവിടെ ഒരു പുതിയ സാഹചര്യത്തില് കുട്ടികളെല്ലാവരും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അതിനെതിരെ അവർക്കൊരു ബോധവൽക്കരണം നടത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി നടത്തിയൊരു നാടകമാണിത്. എല്ലാവരും അതിൻ്റെതായ സ്പിരിറ്റ് കൈയടക്കുമെന്ന് വിചാരിക്കുന്നു.